ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേപ്പർ കണ്ട് പേടിക്കണ്ട. ആസ് ദ സ്പിരിറ്റ് ലീഡ്സ് us, we will finish on time. നമ്മൾ നമ്മുടെ ബൈബിൾ തുറക്കുമ്പോൾ വി സി ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്സ് നമ്മൾ വായിക്കുമ്പോൾ there's a lot of books in that, 39 books. അതിനകത്തെല്ലാം സാക്രിഫൈസസ് ആൻഡ് ഓഫറിങ്സിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. ഒരാൾ പാപം ചെയ്താൽ അല്ലെങ്കിൽ ഒരാൾക്കൊരു തെറ്റ് സംഭവിച്ചാൽ ആ തെറ്റ് തിരുത്താനായിട്ട് എങ്ങനെയാണ് ഒരു സാക്രിഫൈസ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ഈ യാഗങ്ങൾ ദൈവത്തിന് മുൻപാകെ അർപ്പിക്കേണ്ടത്, അതിനകത്തെല്ലാം ഇറ്റ്സ് വെരി ഡീറ്റെയിൽ, എല്ലാ ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് വാട്ട് പ്ലീസസ് ദ ലോർഡ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. ഈ യാഗങ്ങൾ അർപ്പിക്കുമ്പോൾ അതിൽ നിന്നാണ് വെൻ ഗോഡ് ഇസ് പ്ലീസ്ഡ് ഫൊർഗിവ്നെസ് ഹാപ്പൻസ്. നമ്മുടെ ബൈബിൾ ഇപ്പോൾ ലെവിറ്റിക്കസ് ചാപ്റ്റർ 1, 3 and 4 പെട്ടി ചേച്ചി മലയാളത്തിൽ വായിച്ചെന്നെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അവൻ വഴിപാടായി കന്നുകാലികളിൽ ഒന്നിനെ ഹോമയാഗം കഴിക്കുന്നു. എങ്കിൽ ഊനമില്ലാത്ത ആണിനെ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ വെച്ച് അർപ്പിക്കണം. അവൻ ഹോമയാഗത്തിൻ്റെ തലയിൽ കൈവയ്ക്കണം. എന്നാൽ അത് അവനു വേണ്ടി പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ്റെ പേർക്ക് സുഗ്രാഹ്യം ആകും. മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. യാഗപീഠത്തിന്മേൽ നിങ്ങൾക്കു വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഞാൻ അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. രക്തമല്ലോ ജീവനുമായി പ്രായശ്ചിത്തം ആകുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈ വായിച്ച വചനമൊക്കെ അത് നമ്മൾ കാണുന്നുണ്ട്. സാക്രിഫൈസ് എങ്ങനെ ചെയ്യണം, അതിന് ഇമ്പോർട്ടൻസ് എങ്ങനെയാണ് കൊടുക്കുമ്പോൾ. യു ഹാവ് ടു ഗിവ് ദ ലാം വിത്തൗട്ട് ബ്ലെമിഷ്. ഒരു കുറവുള്ള ഒരു മൃഗത്തിനെ കൊണ്ടുവന്ന് ഒരിക്കലും സാക്രിഫൈസ് ചെയ്യാൻ പറ്റത്തില്ല. യു ഹാവ് ടു ഗിവ് ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് അൺ ടു ദ ലോർഡ്. ആൻഡ് 17:11 പറയുന്നു, ഒരു ആനിമലിൻ്റെ ജീവൻ ഇരിക്കുന്ന എൻ്റെ രക്തത്തിലാണ്. ആ രക്തം തീരുവോളം, ആ രക്തം ഊറ്റുവോളം കഴിഞ്ഞിട്ട്, അതാണ് എൻ്റെ സൈഡ്. ദേ ഷുഡ് ബി നോ ബ്ലഡ് ഇൻ ഇറ്റ്. ആ ബ്ലഡ് തീർന്നാൽ എൻ്റെ ഇത് തീർന്നു. ദെൻ ഓൺലി ദാറ്റ് സാക്രിഫൈസ് ദൈവസന്നിധിയിൽ അതിനുള്ള ഒരു ഇമ്പോർട്ടൻസ് കിട്ടത്തുള്ളൂ. യു കനോട്ട് ഹാവ് ബ്ലഡ്. ഇറ്റ് ഹാസ് ടു ബി ഫോർ യുവർ സോൾസ്, ഫോർ ഇറ്റ് ഇസ് ദ ബ്ലഡ് ദാറ്റ് മേക്ക് ദ അറ്റോൺമെൻറ്റ്. ആ ബ്ലഡും കൊടുക്കുമ്പോൾ മാത്രമേ ആ സാക്രിഫൈസ് ഫുൾഫിൽ ആവത്തുള്ളൂ. നമ്മളിപ്പോൾ ജെനസിസിൻ്റെ ബുക്കിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്കറിയാം, എബ്രഹാം ദൈവത്താൽ വിളിക്കപ്പെട്ടു, അനുഗ്രഹിച്ച് ദൈവം വിളിച്ചു, വേർതിരിച്ചു, ഇറക്കി തിരിച്ചു അവിടുന്ന്. ആൻഡ് ഇൻ ഹിസ് റൈച്ചസ്നെസ് ഹി വാസ് കൺസിഡർഡ് റൈച്ചസ് ബിക്കോസ് ഹി വാസ് ഫെയ്ത്ത്ഫുൾ. 75-ാമത്തെ വയസ്സിൽ എബ്രഹാമിനോട് ചെന്ന് പറയുകയാണ്, നീ ഇപ്പം നിൽക്കുന്ന സുഖസൗകര്യങ്ങളെല്ലാം വിട്ടിട്ട് നീ അടുത്ത സ്ഥലത്തേക്ക്, ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ പറയുന്നു. കൂടാരങ്ങളിൽ വസിക്കുന്ന എബ്രഹാം അവിടുന്ന് എല്ലാം കെട്ടി തിരിച്ച് ഇറങ്ങി തിരിച്ച് കുറേ കാലങ്ങൾ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്തു. ദൈവം പറയുന്ന ഓരോ സ്ഥലങ്ങളിലേക്ക് പോയി. 75-ാമത്തെ വയസ്സിൽ ദൈവം ഒരു പ്രോമിസ് കൊടുത്തു. ബട്ട് അറ്റ് ദ ഏജ് ഓഫ് 100 ആ പ്രോമിസ് ഓഫ് ദ ജനറേഷൻസ്, അതായത് ദൈവം പറഞ്ഞെന്താ, നിന്നിൽ കൂടെ ഞാൻ വലിയ രാജ്യങ്ങൾ വരുത്തും, നീ യു ലുക്ക് അറ്റ് ദ സ്റ്റാർസ് ഇൻ ദ സ്കൈ, അതുപോലെ ആയിരിക്കും നിൻ്റെ തലമുറകൾ എന്ന് പറഞ്ഞു. പക്ഷേ 25 വർഷം വെയിറ്റ് ചെയ്തിട്ട് എബ്രഹാമിന് ദൈവം ഒരു സന്തോഷം കൊടുക്കുവാണ്, ഇസാക്ക്. ഇറ്റ്സ് എ ബ്ലെസ്സിങ്. ആൻഡ് ഇമാജിൻ ഹി ആസ് എ ഫാദർ എന്ത് ജോയ്ഫുൾ ആയിരിക്കും. എനിക്കൊരു മകനെ ദൈവം തന്നിരിക്കുന്നു, ഈ മകനിൽ കൂടെ ആയിരിക്കും ഇനിയും തലമുറകൾ മുന്നോട്ട് ഓടാൻ പോകുന്നത്, ഈ ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്ന എൻ്റെ ഈ തലമുറയിൽ കൂടെ ആയിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജെനസിസ് ചാപ്റ്റർ 22 നമ്മൾ എടുക്കുകയാണെങ്കിൽ, ജെനസിസ് ചാപ്റ്റർ 22 നമ്മൾക്ക് കാണാൻ പറ്റും ഹൗ എബ്രഹാം വാസ് ടെസ്റ്റഡ് ബൈ ഗോഡ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഹെഡിങ് എന്ന് വെച്ചാൽ സാക്രിഫൈസ്, ദ ഫോർ ഷാഡോ ആൻഡ് ദ ഫുൾഫിൽമെൻറ്റ്. We will start with a few provisions from God for every sacrifice. Genesis chapter 22 verse 1 and 2 ഒന്ന് വായിക്കാമോ? അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. ഹല്ലേലൂയ. എബ്രഹാമിനെ വിളിച്ചു, എബ്രഹാം ഞാനിതാ എന്ന് പറഞ്ഞു. എന്നിട്ട് എബ്രഹാമിനെ ദൈവം ഇവിടെ പരീക്ഷിക്കുകയാണ്. എല്ലാ അനുഗ്രഹം കൊടുത്തിരിക്കുന്ന മകനെ എബ്രഹാമിനോട് പറയാണ്, നീ ഇവനെ കൊണ്ട് മോറിയാമലയിലേക്ക് പോവുക, എനിക്കായി അവനെ യാഗം അവിടെ അർപ്പിക്കുക. നമ്മൾക്കിവിടെ കാണാൻ പറ്റും എബ്രഹാം തിരിച്ചു പോയി കരയുന്നില്ല. വാട്ട് ദ ബൈബിൾ സേസ് ലേറ്റർ ഇസ്, എബ്രഹാം അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുന്നു, വിറകുകളെല്ലാം വെട്ടി റെഡിയാക്കി. ജെനസിസ് 22:4 വായിക്കുമ്പോൾ പറയാം, 22:4 വായിക്കേണ്ട, ഞാൻ പറഞ്ഞാണ്. ജെനസിസ് നമുക്കത് വായിക്കുമ്പോൾ പറയാം, എബ്രഹാം എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് സെർവൻസിനെയും വിളിച്ചിട്ട് ദേ ആർ ഗോയിങ് എ ഹെഡ് ടു മൗണ്ട് മോറിയ. ആൻഡ് 22:3 വായിക്കുന്നുണ്ട്, ഇത് അവേഴ്സ് വായിക്കാം. ആൻഡ് എബ്രഹാം റോസ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് ആൻഡ് സാഡിൽഡ് ഹിസ് ആസ് ആൻഡ് ടുക്ക് 2 of his young men with him and Isaac his son and clave the wood. അതായത് ഓഫറിങ്ങിന് വേണ്ടി എല്ലാം തയ്യാറാക്കി യാത്ര ചെയ്യാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 3 ദിവസം
വർഷത്തിന് കൂടുതലുള്ള യാത്ര. യാഗം അർപ്പിക്കാൻ ദൈവം പറഞ്ഞിരിക്കുന്ന മകനെയാണ്. മകൻ കൂടുണ്ട്. ഒരു കരച്ചിൽ പോലുമില്ലാതെ ഹീ ഈസ് ഗോയിങ് എ ഹെഡ് വിത്ത് ഹിസ് സൺ. ബിക്കോസ് പുള്ളിക്ക് ഒരു കാര്യം അറിയാം, എന്നെ വിളിച്ച് വേർതിരിച്ച ദൈവം വിശ്വസ്തനാണ്, എനിക്ക് ഒരു വഴി ദൈവം കണ്ടിട്ടുണ്ടെന്ന് ചിന്തിച്ച് മോനെയും കൂട്ടിക്കൊണ്ട് പോവാണ്. ഇതിലുമൊക്കെ ഉപരി സംടൈംസ് ഇഫ് യു സി, ചെറിയതായിട്ട് നമ്മൾ ഡ്രമാറ്റിക്കലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, ഈ യാഗം അർപ്പിക്കാനുള്ള തീ അവിടെ ചെന്നാൽ കിട്ടില്ല. ഈ ഭവനത്തിൽ തന്നെ ഈ തീ കത്തിച്ചിട്ട് ഹീ ഈസ് ഹോൾഡിങ് ഇറ്റ് ഇൻ ഹിസ് ഹാൻഡ്സ്, ടേക്കിംഗ് ഇറ്റ്. ഒരു കാറ്റ് വന്നാൽ ഈ കാറ്റ് ഈ തീ കളയല്ലേ, കെടുത്തിക്കളയല്ലേ. ആസ് എ ഫാദർ ഹൗ മച്ച് ഓഫ് പെയിൻ പുള്ളിക്ക് സഹിക്കുന്നുണ്ടായിരിക്കും. ഈ കാറ്റ് വന്നാൽ ഈ തീ പോകാതിരിക്കാൻ വേണ്ടി ഈ തീ മറച്ച് പിടിച്ച് അവിടെ പോകുന്നത്. 3 ദിവസം കഴിഞ്ഞ് ഈ മല കാണുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്, ജെനസിസ് ചാപ്റ്റർ 22 വേഴ്സ് നമ്പർ 8. ദൈവം തനിക്ക് ഹോമം യാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ചു നടന്നു. ഹല്ലേലൂയ. 3-ാമത്തെ ദിവസം അവിടെ ചെല്ലുമ്പോൾ എബ്രഹാം പറയുന്നു, നിങ്ങളെല്ലാം ഇവിടെ നിൽക്ക്, അതാണ് മൗണ്ട് മോറിയ ഞാൻ കാണുന്നു, ഞാൻ എൻ്റെ മകനെ കൊണ്ട് അവിടെ പോയിട്ട് വരാം. അപ്പോൾ മകൻ ചോദിക്കുന്നുണ്ട്, അപ്പാ തീയുണ്ട്, വുഡുണ്ട്, ബട്ട് വേർ ഇസ് ദ സാക്രിഫൈസ്? അങ്ങനെ പറയുന്നതാണ്, മകനെ ദൈവം നൽകിക്കൊള്ളും. ഇവിടെയും ഇറ്റ്സ് എ സ്റ്റാമ്പ് ഓഫ് ഫെയ്ത്ത്. നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം ചിലപ്പോൾ നടക്കാത്തപ്പോൾ നമ്മൾ ചിലപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആവും ഒരു മൂമെൻറ്റ് കൊണ്ട്. ബട്ട് ഹിയർ അഗെയിൻ ആൻഡ് അഗെയിൻ എബ്രഹാം ഇസ് അറ്റസ്റ്റിംഗ് ഹിസ് ഫെയ്ത്ത്. അത് വീണ്ടും വീണ്ടും യെസ് ദ ഗോഡ് വിൽ പ്രൊവൈഡ്. എന്നിട്ട് അവിടെ ചെന്നിട്ട് എന്താ ചെയ്യുന്നത്? എബ്രഹാം ആ മലയുടെ മുകളിൽ ചെന്നിട്ട് ഒരു യാഗത്തിനായ ഒരു ഓൾട്ടർ, ഹി പ്രിപ്പയർസ് എൻ ഓൾട്ടർ. ഹി പ്രിപ്പയർസ് ദ ഓൾട്ടർ. ഹി ഡിഡ് നോട്ട് എവിടെയും സാക്രിഫൈസ് ചെയ്യല്ല. ഹി മേഡ് എൻ ഓൾട്ടർ ഫോർ ദ ലോഡ് ആൻഡ് ഹി ലേഡ് ദ വുഡ്. അവിടെ എല്ലാം വിറകുകളെല്ലാം അടുക്കി വെച്ചിട്ട് മകൻ്റെ കൈ കെട്ടി യാഗം, ഒരു വാക്ക് പോലും തിരിച്ചു വയ്ക്കാതെ, ദൈവമേ ഇനിയെങ്കിലും നിനക്ക് എന്തെങ്കിലും പറയാമോ എന്ന് ചോദിച്ചില്ല. ഒരു വാക്ക് പോലും ചോദിക്കാതെ ആ മകനെ യാഗത്തിനായിട്ട് അവിടെ കൈകൾ കെട്ടി അതിനെ മണ്ടക്കോട്ട് കൊണ്ടുവെക്കുകയാണ്. അപ്പോൾ ജെനസിസ് 22:12 ദൈവം പറയുന്നു, ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്, അവനോട് ഒന്നും ചെയ്യരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു. ഹല്ലേലൂയ. എബ്രഹാമിനോട് പറയാണ്, യു ഫിയർഡ് ദ ലോർഡ്, അതുകൊണ്ട് നീ ബാലൻ്റെ മേളിൽ കൈവെക്കല്ലേ, അവന് വേണ്ടിയുള്ള പ്രൊവിഷൻ ഐ ഷെൽ പ്രൊവൈഡ്. ഞാൻ നിന്നോട് പറഞ്ഞു, ദർ ഇസ് എ കവനന്റ് വെൻ ഗോഡ് ആസ്ക് യു ഫോർ എ സാക്രിഫൈസ് ഹി വിൽ നോട്ട് ലേ ഹിംസെൽഫ് ബാക്ക്, ഹി വിൽ വോണ്ട് ഇറ്റ്. ഇവിടെയും ദൈവം സാക്രിഫൈസ് വേണം. അപ്പോൾ എന്താ ദൈവം ചെയ്തത്? അവിടെ ആ കാടുകളുടെ ഇടയിൽ there was a ram kept there for the sacrifice. ദൈവം പറയും, നീ അതിനെ എടുക്ക്, അതിനെ നീ യാഗമായിട്ട് അർപ്പിക്കുക എനിക്ക് വേണ്ടി. അപ്പം this is a sacrifice for an individual. God provision Abraham for an individual sacrifice. എബ്രഹാമിന് വേണ്ടിയുള്ള യാഗമായിരുന്നു അത്. എബ്രഹാം കൽപ്പിക്കേണ്ട യാഗമായിരുന്നു. അവിടെ ദൈവം എബ്രഹാമിന് വേണ്ടി ആ കാടുകളുടെ ഇടയിൽ ഒരു ആട്ടിൻകുട്ടിയെ ഒരുക്കി കൊടുത്തു ഫോർ ദാറ്റ് സാക്രിഫൈസ്. ഹല്ലേലൂയ. ആൻഡ് ഇൻ ദ റീജിയൻ ഓഫ് മൊറിയ. നമുക്കിപ്പോൾ സ്നേഹത്തിൽ നമ്മളെ പുതിയെന്നൊരു ദൈവമുണ്ട്. നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പണ്ടത്തെ ദൈവവും ഇപ്പോഴത്തെ ദൈവം ഒന്നും, ഓൾഡ് ടെസ്റ്റ്മെൻറ്റും ന്യൂ ടെസ്റ്റ്മെൻറ്റും വായിക്കാൻ ദർ ഇസ് ലോട്ട് ഓഫ് ഡിഫറൻസസ്. ഓൾഡ് ടെസ്റ്റ്മെൻറ്റിനകത്ത് വി സി എ ഗോഡ് വാസ് ആംഗ്രി എവറി മൂമെൻറ്റ്. ഫോർ സം സിൻസ് ഡെത്ത് ഈസ് ഓൺലി ഓപ്ഷൻ. പക്ഷേ ഇവിടെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ദൈവം മാറുകയാണ്. അതുപോലെ തന്നെ നമുക്കിപ്പം ഒരു ബുക്കിൽ കൂടെ അടുത്ത എക്സോഡസിൽ കൂടെ കിടക്കാം. വി ആർ ജസ്റ്റ് സ്റ്റിൽ ഇൻ ദ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്. എക്സോഡസിനകത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, എബ്രഹാമിനെ അനുഗ്രഹിച്ച് ദൈവം വിട്ടിരിക്കുന്നു. പക്ഷേ എബ്രഹാമിൻ്റെ അനുഗ്രഹത്തിൻ്റെ കൂടെ ദൈവം ഒരു കാര്യം കൂടെ പറഞ്ഞു, 400 വർഷക്കാലം നിൻ്റെ മക്കൾ ദേ വിൽ ബി സ്ലേവ്സ് ടു എ ലാൻഡ് അൺനോൺ ടു ദം. ജോസഫ് എന്ന് പറഞ്ഞൊരാൾ ആ നാട്ടിൽ ചെന്ന് ഹീ ഡിഡ് നോട്ട് ഗിവ് ഹീ സീഡ് ടു ഇറ്റ് ദാറ്റ് ദർ ഇസ് നോ ഫാമിൻ ഇൻ ദ ലാൻഡ്. എല്ലാം ചെയ്ത് രാജാവിന് രണ്ടാമനായി നിന്നിട്ട് പോലും ആ നിന്ന ഇവൻ എവിടെ നിന്ന് വന്നു എന്ന കാര്യം അടുത്ത ജനറേഷൻസ് ഓഫ് ഈജിപ്ഷ്യൻസ് ദേ ഫൊഗോട്ട്. ദേ തോട്ട് ദാറ്റ് their gods made them wealthy and strong. എന്നിട്ട് ഈ 400 വർഷക്കാലം God's children are in slavery there. അവിടെ ദൈവത്തിൻ്റെ ഒരു പ്ലാൻ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, മോസസ് എന്ന് പറഞ്ഞൊരു കുഞ്ഞിനെ ദൈവം എടുക്കുന്നു, ഒരു വാഗ്ദത്തം കൊടുക്കുന്നു, ആ പാലസിലേക്ക് അവനെ കൊണ്ടുവന്നു. മോശ അന്നേരം ചിന്തിച്ചാണ്, എന്നെ ഇവിടെ കൊണ്ടുവന്ന ഈ കാരണത്താലാണ്, ഞാൻ രാജാവിനിൽ നിന്ന് രണ്ടാമനാണ്, ഹീസ് എ റോയൽ പ്രിൻസ്, ഞാൻ എല്ലാം ചെയ്താൽ എല്ലാം നടക്കും. പക്ഷെ അവിടെയും ഗോഡ് ഹാസ് ഹിസ് പ്ലാൻ. വാട്ട് ഡിഡ് ഗോഡ് ഡു? ഹി ഡിഡ് സംതിങ് ബൈ ഹിംസെൽഫ്. മോസസ് തന്നെ ആൾക്കാരെ കൊന്നു, അതിനുവേണ്ടി പോയി. പിന്നെയും 40 വർഷക്കാലം God never spoke with him for 40 years. After 40 years, God calls him again. Go to this land and get my people out. എൻ്റെ ജനങ്ങളെ അവിടുന്ന് എന്നെ സേവിക്കാൻ വേണ്ടി ഇറക്കിക്കൊണ്ട് വരിക. ഇറക്കിക്കൊണ്ട് വരണമെങ്കിൽ നീ അവിടെ ചെന്ന് പറയുമ്പോൾ രാജാവ് ഇങ്ങനെ ഇറക്കി വിടത്തില്ല. യു വിൽ ഹാവ് എ ലോട്ട് ഓഫ് ടെസ്റ്റ് ടു ഡു.
അങ്ങനെ ഫ്ലൈസ് were there, the river turned blood, so many things. പക്ഷെ അത് കഴിഞ്ഞിട്ട് ദൈവം ലാസ്റ്റിൽ എബ്രഹാമിനോട് പറയുന്നുണ്ട്, the last miracle or the great thing, Moses not, the last thing that God did for Moses there before the people, ആൾക്കാർ വെളി വരുന്നതിന് മുന്നേ മോശയോട് പറയുന്നു, ഞാൻ ഒന്നുകൂടെ രാജാവിൻ്റെ ഹൃദയം കഠിനമാക്കും. പക്ഷേ ഈ പ്രാവശ്യം നീ രാജാവിൻ്റെ മുൻപിൽ ചെന്ന് നിന്ന് പറയുമ്പോൾ അവിടുത്തെ ഫസ്റ്റ് ബോൺസിനെ എല്ലാം മൃഗമാണെങ്കിലും മനുഷ്യനാണെങ്കിലും ഞാൻ കൊല്ലും. പക്ഷേ എൻ്റെ രക്തം എവിടെ ഉണ്ടോ, ഐ ഷൽ നോട്ട് ഹേർട്ട് ഓർ ഹാം യു. Exodus 12:4 ഈ യാഗത്തിനെ പറ്റി പറയുന്നുണ്ട്. Exodus 12:4. ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരായെങ്കിൽ ആളുകളുടെ എണ്ണത്തിന് ഒത്തവണ്ണം അവനും അവൻ്റെ വീടിനടുത്ത അയൽക്കാരനും കൂടി അതിനെ എടുക്കണം. ഓരോരുത്തൻ തിന്നുന്നതിന് ഒത്തവണ്ണം കണക്കു നോക്കി നിങ്ങൾ ആട്ടിൻകുട്ടിയെ എടുക്കണം. ഓക്കെ, അടുത്തൊരു വാക്യം കൂടെ, Exodus 12:13. ഈ രാത്രിയിൽ ഞാൻ മിസ്രൈം ദേശത്ത് കൂടെ കടന്നു മിസ്രൈം ദേശത്തുള്ള മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും കടിഞ്ഞൂലിനെയൊക്കെയും സംഹരിക്കും. മിസ്രൈമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും. ഞാൻ യഹോവയാകുന്നു. നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു കടന്നു പോകും. ഞാൻ മിസ്രൈം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്കും നാശഹേതുവായി തീരുകയില്ല. ഹല്ലേലൂയ. നമ്മളിവിടെ പറഞ്ഞ മാതിരി നമുക്ക് കാണാം, ദൈവം പറയുന്നു, ഐ വിൽ കിൽ ഓൾ എല്ലാ ഫസ്റ്റ് ബോൺസിനെയും കൊല്ലും. ബട്ട് നിങ്ങളുടെ വീട്ടിൽ ഒരു ആടിനെ കൊണ്ടുവന്നിട്ട് അതിനെ യാഗം അർപ്പിച്ചിട്ട് ഈറ്റ് ദ മീറ്റ് വിത്തൗട്ട് ദ ബ്ലഡ് ഇൻ ഇറ്റ്, ടേക്ക് ദ ബ്ലഡ്, ഡോർസ് നിൻ്റെ വീടുകളിലെ വാതിക്കലെ ഡോർ സ്റ്റെപ്സിൽ വെക്കുക, ഓൺ ദ ഡോർസ്. ഞാനത് കാണുമ്പോൾ നിൻ്റെ ഭവനങ്ങളിൽ മരണമുണ്ടാകുകയില്ല. I have accepted your sacrifice and I will move over. ദൈവം പറയുന്നത് I will pass over എന്ന്. അതായത് and that is why that day is celebrated as a Passover. That ദൈവത്തിൻ്റെ ക്രോധം, മരണം എന്നൊരു ഇത് വരാതിരിക്കാൻ വേണ്ടി God passed over every home where the blood was kept on the door gates. Hallelujah. ഇവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ പ്രൊവിഷൻ ഫോർ എ ഫാമിലി. This was a sacrifice for a family. Every family നോട് ദൈവം പറഞ്ഞ എന്താ, ഒരു 1-year-old lamb without blemish എടുത്ത് സാക്രിഫൈസ് ചെയ്യുക. So here we see, for having your firstborn safe, ദൈവം എങ്ങനെ ഒരു പ്രൊവിഷൻ കൊടുത്തു for the entire family. Sacrifice a lamb, put the blood on the wall. So there is an importance of the blood. ഇനി നമ്മൾ അടുത്തത് നമ്മൾ നോക്കുമ്പോഴത്തേനെ we go into the book of Kings and Samuel. നമുക്കറിയാം, കുറച്ച് കഴിയുമ്പോൾ ഇസ്രായേൽ മക്കൾ പറഞ്ഞു എനിക്കൊരു രാജാവിനെ വേണം. അപ്പം സാമുവൽ ആദ്യം അനോയിൻറ്റ് ചെയ്യുന്ന സൗളിനെയാണ്. ആൻഡ് ഹീ വാസ് ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ്. പക്ഷേ സോൾ ചെയ്ത ഓരോ വഴികളും ദൈവസന്നിധിയിൽ ഇറ്റ് വാസ് നോട്ട് അപ് ടു ദ മാർക്ക്. ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഹാഡ് ലെഫ്റ്റ് ഹിം. ആൻഡ് ദെൻ സാമുവൽ ഗോസ് ആൻഡ് അനോയിൻറ്റ്സ് ജെസ്സയുടെ 8th son ഡേവിഡ്. ആൻഡ് ഇഫ് യു സീ ഡേവിഡിനെ പറ്റി Acts 13:22 പറയുന്നൊരു വാക്യമുണ്ട്, എ വെരി വണ്ടർഫുൾ വേഴ്സ്. Acts 13:22. അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്കു രാജാവായി വാഴിച്ചു. ഞാൻ ഇശ്ശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അവൻ എൻ്റെ ഹിതം എല്ലാം ചെയ്യും എന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. ഹല്ലേലൂയ. ഇങ്ങനത്തെ പറയുന്നുണ്ട്, ഹി വാസ് എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്. അതായത് ദൈവം പറയാണ്, ഹീ ഈസ് എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്. വേദോസിനകത്ത് വളരെ ചുരുക്കം ആൾക്കാരെ പറ്റി മാത്രമേ God has told such good verse. And here God talks about David, he is a man after my heart. എന്നാൽ പോലും ദൈവം ദാവീദിനെ അനുഗ്രഹിച്ചു. ഗോലിയാത്തിൻ്റെ മുന്നിൽ he could not even wear an armor. So you can imagine എത്ര ചെറിയൊരു പയ്യനായിരുന്നു. രാജാവിൻ്റെ ഒരു ആർമർ ഇടാൻ, സോളിൻ്റെ ആർമർ ഇടാൻ പറ്റത്തില്ല. സോ സോൾ ഇസ് ഓൾസോ ഫ്രം ഇസ്രായേൽ. സോ അങ്ങനെ ആകുമ്പോൾ അവരുടെ ഫിസിക്സ് ഒന്നും വലിയ ഡിഫറെൻ്റ് ആയിരിക്കത്തില്ല. ബട്ട് ഒരു ആർമർ ഇടാൻ പറ്റാത്ത പയ്യൻ അവിടെ നിന്ന് ഗോലിയാത്തിനെ ഒരു കല്ലും കൊണ്ട് he finished him. But he did not finish him. The Lord, the God, his almighty God did it for him. ഇതെല്ലാം ചെയ്തിട്ടും even David sinned in front of God. When we see Abrahamനെ ദൈവം പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങൾ എന്താ, your children will be like the stars in the sky. ഇതെല്ലാം പറഞ്ഞ വാഗ്ദത്തങ്ങളാണ്. ദാവീദിനും അറിയാം ഈ ആൾക്കാർ, there is a huge population of us. ഇവരെ ഒന്നും എണ്ണേണ്ട ആവശ്യമില്ല. യുദ്ധങ്ങൾ ജയിക്കുന്ന ദാവീദല്ല, ദൈവമാണ്. പക്ഷെ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ദാവീദും ചിന്തിച്ചു കാണും, ഈ യുദ്ധങ്ങൾ ജയിക്കുന്ന ദൈവത്തിൻ്റെ കഴിവുകൊണ്ട് മാത്രമല്ല, ഈ വാളെടുത്ത് എനിക്ക് യുദ്ധം ചെയ്യാൻ അറിയാവുന്നതുകൊണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കാം the devil worked there and incited wrong into his mind. 1 Chronicles chapter 21 verse 1 ഒന്ന് വായിക്കാമോ?
അനന്തരം സാത്താൻ ഇസ്രായേലിനു വിരോധമായി എഴുന്നേറ്റു. ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിനു തോന്നിച്ചു. And 21:7 വായിച്ചേ. ദൈവത്തിന് ഈ കാര്യം അനിഷ്ടമായി ഇരിക്കുന്നതുകൊണ്ട് അവൻ ഇസ്രായേലിനെ ബാധിച്ചു. ഹല്ലേലൂയ. നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എവറിത്തിങ് വാസ്, എല്ലാം നല്ല രീതിയിൽ പോകുന്നു, രാജ്യത്തിന് അനുഗ്രഹമുണ്ട്, യുദ്ധങ്ങൾ ജയിക്കുന്നു, രാജ്യം റിച്ച് ആവുന്നു. അപ്പോൾ എന്താണ്, ഒരു നാടിനെ നശിപ്പിക്കാൻ വേണ്ടി സാത്താൻ മനുഷ്യരോട് എല്ലാവരോടും ഇടപെടേണ്ട ആവശ്യമില്ല, ആ രാജ്യത്തിൻ്റെ രാജാവിനോടൊന്ന് ഇടപെട്ടു. അപ്പോൾ ദാവീദിന് തോന്നുവാണ്, ആഹാ എനിക്ക് എത്ര പേരുണ്ടെന്ന് എനിക്കൊന്ന് എണ്ണി നോക്കണം യുദ്ധം ചെയ്യാൻ. ഇത് ഇന്നേ വരെ അവനല്ല യുദ്ധം ജയിച്ചിട്ടുള്ളത്. ദ ലോർഡ് ഹാസ് വൺ എവറി ബാറ്റിൽ ഫോർ ഹിം. ബട്ട് ഹിയർ ഹീ ഈസ് ടെല്ലിങ് ലെറ്റ് മീ കൗണ്ട്, എൻ്റെ ബാറ്റിലുള്ള ആൾക്കാരെ എങ്ങനെയാണ്. അപ്പോൾ ജോവാബ് ഒന്ന് പറയുന്നുണ്ട്, എണ്ണേണ്ട ആവശ്യമുണ്ടോ? ദൈവത്താൽ നമ്മൾ അനുഗ്രഹിച്ചിരിക്കുന്നവരല്ലേ. നമ്മുടെ ഹിസ്റ്റോറിക്കൽ, നമ്മുടെ തോറാസിലെല്ലാം എഴുതിയിട്ടുണ്ട് ദറ്റ് എബ്രഹാം വിൽ ബി ബ്ലെസ്ഡ്, ഇതെല്ലാം ഉണ്ട്. അന്നേരം ദാവീദ് ഇല്ല, എന്നാലും എനിക്കൊന്ന് അറിയണം എത്ര പേര് നമ്മുടെ കൂടെ ഉണ്ടെന്ന്. 21:8 ഡേവിഡ് അന്ന് റിയലൈസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ക്രോണിക്കിൾസ് 21:8 ഡേവിഡ് സെഡ് ടു ഗോഡ്, ഐ ഹാവ് സിൻഡ് ഗ്രേറ്റ്ലി അഗൻസ്റ്റ് യു. ഇതെല്ലാം കേട്ടിട്ടും ഡേവിഡ് റിയലൈസ്ഡ്, ഞാൻ ദൈവത്തോട് പാപം ചെയ്തു, എണ്ണം എടുത്തു കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ചില സമയത്ത് നമ്മളുടെ ജീവിതത്തിലും ഡെവിൾ ക്യാൻ ആക്ട് ഓൺ us, and at that time we may not realize that it is a sin that we are committing, but then we will realize it. We have repentance, but പണ്ടത്തെ കാലത്ത് ഈ റിപ്പൻറ്റൻസ് ഇതിനെല്ലാം a lot of sacrifices were needed. Now God has made it very simple for you and me. Go to his feet, ask him for his forgiveness, cry in front of him, and he will bless us again. ഇവിടെ ഗാഡ് എന്ന് പറഞ്ഞ ദാവീദിൻ്റെ സിയറുണ്ട്. സിയർ എന്ന് വെച്ചാൽ ഒരു ദൈവിക പുരുഷനാണ്. അപ്പം ദാവീദിൻ്റെ അടുത്ത് വന്ന് പറയാണ്, നീ ചെയ്ത പാപത്തിന് നിൻ്റെ മുൻപാകെ 3 ഓപ്ഷനുണ്ട്. ഫസ്റ്റ്, 3 years of famine. 3 വർഷക്കാലം നിൻ്റെ നാട്ടിൽ ഒരു ആഹാരവും കാണില്ല, ആൾക്കാർ മരിച്ചു വീഴും. ബിക്കോസ് ദർ വാസ് എ സിൻ, ആൻഡ് ഫോർ ദാറ്റ് സിൻ ലൈഫ് ഹാസ് ടു ബി ഗിവൺ ബാക്ക്. അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ, ഫോർ 3 months യു വിൽ ഫ്ലീ ദ എൻറ്റയർ കൺട്രി ഫ്രം യുവർ എനിമീസ്. അതായത് നിൻ്റെ ശത്രുക്കളുടെ വാളിന് മുൻപാകെ നീ ഓടും. ഇന്നേ വരെ യുദ്ധങ്ങൾ തോക്കാത്തവൻ ശത്രുവിൻ്റെ യുദ്ധത്തിൻ്റെ മുൻപാകെ ഓടാൻ പോകുന്നു. ദാവീദിനോട് പറയുക, അടുത്ത ഇതാണ്. പിന്നെ മൂന്നാമതൊരു ഓപ്ഷൻ ഉണ്ട് നിനക്ക്, 3 ദിവസക്കാലം ഞാൻ എൻ്റെ ദൂതനെ ഇറക്കി നിൻ്റെ രാജ്യത്തിൽ വാള് തുറന്നു വിട്ട് നടത്തും, ആൻഡ് പീപ്പിൾ വിൽ ഡൈ ഓഫ് പ്ലേഗ്സ്. അപ്പോൾ ദാവീദ് പറഞ്ഞ ഉത്തരം എന്താണെന്നറിയാമോ? എനിക്ക് എൻ്റെ ശത്രുവിൻ്റെ മുൻപാകെ വീഴണ്ട, ഞാൻ നിൻ്റെ മുൻപാകെ വീഴാം. എന്താൽ നീ എന്നേലും എന്നോട് കരുണയുണ്ടായി, നീ ചിലപ്പോൾ നീ ചെയ്ത തീരുമാനങ്ങൾ ദൈവമേ നീ തിരുത്തിയാലോ എന്ന്. നമുക്ക് അങ്ങനത്തെ ഫസ്റ്റ് ക്രോണിക്കിൾസ് 21:18 വായിക്കാം. അപ്പോൾ യഹോവയുടെ ദൂതൻ ഗാദിനോട്, ദാവീദ് ചെന്നു യെബൂസ്യനായ ഒർന്നാന്റെ കളത്തിൽ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിയണം എന്ന് ദാവീദിനോട് പറവാൻ കൽപ്പിച്ചു. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണാം ദൈവത്തിന് സങ്കടമായി. ഓൾമോസ്റ്റ് 70,000 പേരാണ് ഒരു ദിവസം കൊണ്ട് മരിച്ചു വീഴുന്നത്. അപ്പോൾ ദൈവം പറയുന്നു, ഓക്കെ നിർത്തുക. ദാവീദിനോട് പറയുക, ബിൽഡ് എൻ ഓൾട്ടർ ഫോർ എ സാക്രിഫൈസ്. അതെവിടാണെന്നറിയാം? ആരുണ എന്ന ജെബൂസൈറ്റിൻ്റെ ത്രഷിംഗ് ഫ്ലോറിൽ പോയിട്ട് ബിൽഡ് എൻ ഓൾട്ടർ ദെയർ ഫോർ മൈ സാക്രിഫൈസ്. ദാവീദ്, നമ്മൾ പിന്നെ കാണുന്ന ദാവീദ് അവിടെ പോകുന്നു എൽഡേഴ്സിൻ്റെ കൂടെ പോയിട്ട് ഈ ഇവിടെ സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി പുള്ളിയോട് 21:24 പറയുന്നുണ്ട്, ഐ വിൽ നോട്ട് സാക്രിഫൈസ് എനിത്തിങ് ദറ്റ് ഡസ് നോട്ട് കോസ്റ്റ് മീ. ദാവീദ് അവിടെ പോയിട്ട് ഈ വസ്തു മേടിച്ച് 600 shekels ഓഫ് ഗോൾഡ് കൊടുത്തിട്ട് ഈ വസ്തു മേടിച്ചിട്ട് ദൈവത്തിന് വേണ്ടി യാഗം അവിടെ കൊടുക്കുകയാണ്. ബിക്കോസ് പാപം നടന്നു, ഈ പാപത്തിനായ ഒരു യാഗം വേണം, പരിഹാരം യാഗത്തിൽ കൂടെ ഉള്ളൂ. സോ എ സാക്രിഫൈസ് വാസ് സപ്പോസ് ടു ബി ഗിവൺ ദെയർ, ആൻഡ് ഹി ബോട്ട് ദാറ്റ്. ആ വസ്തു മേടിച്ചിട്ട് അവിടെ ദൈവത്തിന് വേണ്ടി സാക്രിഫൈസ് കൊടുക്കുകയാണ്. ഹല്ലേലൂയ. നമുക്കിവിടെ കാണാം, ദിസ് ഇസ് എ സാക്രിഫൈസ് ഫോർ എ നേഷൻ. ആ രാജ്യം മുഴുവൻ നശിച്ചു പോവാം, പക്ഷേ ദൈവം അവിടെ ഒരു പ്രൊവിഷൻ കൊടുത്തിരിക്കുകയാണ്, ദാറ്റ് യെസ് യു വിൽ നോട്ട് ഡൈ ബൈ മീ, യു വിൽ ബി കെപ്റ്റ് അഗെയിൻ, എ റെമനന്റ് വിൽ റിമെയിൻ. ബട്ട് അവിടെ ഒരു യാഗം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ യാഗത്തിന് വേണ്ടി ദൈവമെല്ലാം സ്ഥലമൊരുക്കി കൊടുത്തു, എവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, എല്ലാം കൊടുത്തു. ആൻഡ് ദാവീദ്, ഹി സ്പെൻഡ് മണി, ബോട്ട് ദ ലാൻഡ്, ബിൽട്ട് എൻ ഓൾട്ടർ ആൻഡ് ഗേവ് ദ സാക്രിഫൈസ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, നമ്മളുടെ ജീവിതത്തിലും ചിലപ്പോൾ തെറ്റുകളും കുറ്റങ്ങളും കുറവും വന്നു പോയിട്ടുണ്ടാവാം. Maybe there are tests also in our life that comes to us. So God wants to meet you in person. He does not want to meet your wife or your brother or your father or your mother. എല്ലാവർക്കും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ലതാണ്. നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്ക് പറയാം, ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പാസ്റ്റർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇറ്റ് ഈസ് റിക്വയർഡ്. പ്രെയർ ഈസ് എ ബിഗ് വാൾ ദാറ്റ് കംസ് അറൗണ്ട് us. പക്ഷേ അതിലൊക്കെ ഉപരി ദൈവം ചിന്തിക്കുന്നത് എന്താ? നീ ചെയ്യുന്നത് എന്താണ്?
നിൻ്റെ യാഗം നിൻ്റെ പ്രാർത്ഥനയാണ്. എൻ്റെ യാഗം ഞാൻ ദൈവത്തിന് മുൻപാകെ അർപ്പിക്കാൻ പോകുന്നത് എൻ്റെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഞാൻ അർപ്പിക്കുന്നുണ്ടോ എന്ന് ദൈവം നോക്കുന്നത്. നിനക്ക് ഒരു ചിലവില്ലാത്ത ഒരു യാഗവും ദൈവത്തിന് മുൻപാകെ, ദാറ്റ്സ് നോട്ട് എ യാഗം. ഞായറാഴ്ച വി ഹാവ് ടൈം, വി ഹാവ് 24 hours a day to work. നമ്മൾ വർക്ക് ചെയ്യും, കമ്പനിയിൽ പോവും, എല്ലാ സമയത്ത് പോവും. സംടൈംസ് ഓൺ എ സൺഡേ വി ഫീൽ ലേസി, നമ്മൾ പള്ളിയിൽ പോകണമെന്ന് ചിലപ്പോൾ ചിന്തിക്കും. നോ, ദാറ്റ് ഈസ് ദ ടൈം വെർ യു ഹാവ് ടു കം, ഗീവ് യുവർ സാക്രിഫൈസ് ടു ദ ലോഡ്. ആ സാക്രിഫൈസ് കൊടുക്കാൻ നമ്മളെ വിളിച്ച് വേർതിരിച്ചൊരു ദിവസവും സമയത്തും മേക്ക് ഇറ്റ് എ പോയിന്റ് ദാറ്റ് വി കം പേഴ്സണലി ഗിവ് അവർ സാക്രിഫൈസ് ആൻഡ് ഓർ ഓഫറിങ്സ് ടു ദ ലോഡ്. നമ്മൾ അന്നേരം എനിക്ക് വയ്യ നീ എന്നാ വണ്ടി കൊണ്ട് പൊക്കുമെന്ന് പറഞ്ഞ വൈഫിനെ വിടുകയൊന്നുമല്ല. വി ഹാവ് ടു കം പേഴ്സണലി, വി ഹാവ് ടു കം ആൻഡ് വി ഹാവ് ടു ഓഫർ അവർ സാക്രിഫൈസ് ടു ദ ഫാദർ. ഇവിടെ നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ ഒരു രാജ്യത്തിന് വേണ്ടി ദൈവം സാക്രിഫൈസ് കൊടുത്തിരിക്കുന്ന ഒരു പ്രൊവിഷനാണ്. ഇനിയും ഈ സ്ഥലത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ അരുണാദ് ജെബൂസൈറ്റിൻ്റെ സ്ഥലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ 2 Chronicles 3:1 ഒന്ന് എടുക്കാമോ? അനന്തരം ശലോമോൻ യെരൂശലേമിൽ തൻ്റെ അപ്പനായ ദാവീദിന് യഹോവ പ്രത്യക്ഷനായ മോറിയ പർവ്വതത്തിൽ യെബൂസ്യനായ ഒർന്നാന്റെ കളത്തിങ്കൽ ദാവീദ് വട്ടം കൂട്ടിയിരുന്ന സ്ഥലത്ത് യഹോവയുടെ ആലയം പണിവാൻ തുടങ്ങി. ഹല്ലേലൂയ. ആലയം പണിതിരിക്കുന്ന എവിടെയാണ്? മോറിയ എന്ന സ്ഥലത്ത്, അരുണ എന്ന ജെബൂസൈറ്റ് ലാൻഡിൽ. ദിസ് വാസ് ദ സെയിം പ്ലേസ്. എബ്രഹാമിനെ കൊണ്ട് ദൈവം സാക്രിഫൈസ് ചെയ്യാൻ പറഞ്ഞു മകനെ. പക്ഷെ അവിടെ വന്നപ്പോൾ ദൈവത്തിന് മനസ്സിലായി, ഞാനത് ചെയ്താൽ ആ തലമുറ അവിടെ കൊണ്ട് തീരുന്നു. അപ്പോൾ ദൈവം പറഞ്ഞു, നോ, മൈ പ്ലാൻ ഇസ് ബിഗർ ദാൻ ദിസ്. ഇറ്റ് ഡസ് നോട്ട് എൻഡ് വിത്ത് എബ്രഹാം, ഇറ്റ് ഹാസ് ടു ഗോ ബിയോണ്ട് ദാറ്റ്. ആ ഒരു സ്ഥലത്ത് ദൈവം പ്രൊവിഷൻ കൊടുത്തു. ദാവീദിന് ഇവിടെ ദൈവം ഒരു രാജ്യം നശിച്ചു പോയിരിക്കാൻ വേണ്ടി, യാഗമർപ്പിക്കാൻ വേണ്ടി ദാവീദിന് ഈ സ്ഥലത്തൊരു പ്രൊവിഷൻ കൊടുത്തു. ആൻഡ് ഇറ്റ് ഈസ് ദ സെയിം പ്ലേസ് where God built his temple. ഇനി നമ്മൾ അടുത്ത പോർഷനിലേക്ക് പോകുന്നതെന്ന് വെച്ചാൽ ദ ഫുൾഫിൽമെൻറ്റ് കംസ് വെൻ വിത്ത് ദ ന്യൂ ടെസ്റ്റ്മെൻറ്റ്. ഓൾഡ് ടെസ്റ്റ്മെൻറ്റിനകത്ത് നമ്മൾ ഫുൾ വായിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ സാക്രിഫൈസസ് എങ്ങനെ ചെയ്യണം, അങ്ങനെ ദൈവത്തിന് മനസ്സിലായി ഈ മനുഷ്യരെ കൊണ്ട് ഇതെല്ലാം നടക്കത്തൊന്നുമില്ല. ഞാൻ കൊടുത്ത കമാൻഡ്മെൻറ്റ്സ് എല്ലാം ഇവരാരും മുൻപോട്ട് കൊണ്ടുപോകാൻ പോകുന്നില്ല. ദേ വിൽ ഓൾവേസ് ഫെയിൽ. ദൈവത്തിന് അറിയാതെ. ബട്ട് ഗോഡ് സോ ലവ്ഡ് us very much. Can you imagine God who sits in the midst of praises? സ്തോത്രങ്ങൾക്കും സ്തുതികൾക്കും മീതെ വസിക്കുന്ന ദൈവം, സ്വർഗത്തിൽ 100,000 മാലാകമാർ, സെറഫിംസ്, everyone there to worship him. എന്നിട്ടും he made a garden in Eden. He made 2 people look like him, Adam and Eve, blew his air into them to give them life. And what he did, every evening, alla vainarakkalum, he used to come down so that this man that he made could have fellowship with God. അത് ചെയ്ത ദൈവം നമ്മളെ എന്തുമാത്രം സ്നേഹിച്ചിട്ടുണ്ട്, നമുക്ക് എന്തുമാത്രം കഴിയും. പക്ഷെ അവിടം തൊട്ടേ sin entered man, and God knew that ഓരോ പ്രാവശ്യവും ദൈവം ഓരോ കറക്ഷൻസ് ചെയ്യുന്നുണ്ട്, but nothing is happening. എല്ലാം വേഴ്സായി പോയിക്കൊണ്ടിരിക്കുക. With David the kingdom sounded and looked so great, but when it came to Solomon things changed. The kingdom, ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം വീണ്ടും ഡിവൈഡഡ് ആയി. ബ്ലെസ്സിങ്സ് കൊടുത്തുകൊണ്ടിരുന്നവരെ വീണ്ടും ദൈവത്തിന് God had to raise Nebuchadnezzar. God had to raise the Assyrian Empire to punish these people, because our God is not slow to anger. In the New Testament we see the God like that, but in the Old Testament we see a God who gets very angry very fast. And corrections are at that point of time. He will not take like ഞാൻ നിന്നെ മാപ്പാക്കുന്നു, പോട്ടെ എന്നല്ല. You will be paid then and there itself for what you did. ഇവിടെ ദൈവത്തിന് മനസ്സിലായി, ഇങ്ങനെ പോയാൽ കാര്യങ്ങൾ ശരിയാവില്ല. ഇവരെ കൊണ്ട് നന്നായിട്ട് ഇവരെല്ലാവരും സ്വർഗത്തിൽ വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഈ കമാൻഡ്മെൻറ്റ്സ് എല്ലാം വായിച്ചും പഠിച്ചും ചെയ്തിട്ടും. സോ വാട്ട് ഹി ഡിഡ്, എന്നിട്ട് അത് കമാൻഡ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ പോലും എങ്ങനെയാണ്, ഇറ്റ് ഈസ് ഓൺലി ഫോർ ദ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ. ബട്ട് വാട്ട് ഡിഡ് ഗോഡ് ക്രിയേറ്റ് ആഡം ആൻഡ് ഈവ് ഫോർ ദ എൻറ്റയർ നേഷൻ, ഫോർ ദ എൻറ്റയർ വേൾഡ് ടു ബി ബ്ലെസ്ഡ്. അപ്പം ദൈവം പറഞ്ഞാൽ ഇത് സ്വർഗത്തിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നു ആസ് ദി അൾട്ടിമേറ്റ് സാക്രിഫൈസ് ഫോർ ഓൾ ഹ്യൂമൻ ബീയിങ്സ് so that they can be saved. John 1:1 നമ്മൾ വായിക്കുന്നു, 1:1 and 1:2 and 1:1-3 എന്ന് വെച്ചാൽ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായത് ഒന്നും അവനെ കൂടാതെ ഉളവായതല്ല.
നമ്മൾ ജെനസിസ് വായിക്കുമ്പോൾ വി ഗെറ്റ് ടു സീ ദാറ്റ് all three, God the Father, God the Son and God the Holy Spirit, they all three made the world together. ആ ദൈവം സ്വന്തം മകനെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുകയാണ്. എന്താണ്? ഐ നോ ദേ കനോട്ട് ഡു ഇറ്റ്, ബട്ട് യു ഗോ ആൻഡ് യു സി ബി ദ പെർഫെക്റ്റ് എക്സാമ്പിൾ, ഷോ ദം എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോക്കി ജീവിച്ച് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുമെന്ന്. ആൻഡ് നോ വൺ ബിഫോർ ഹിം or no one after Jesus could do this till date. Lived by every word of the Lord. Every commandments were fulfilled. Every commandments were fulfilled, and everything that the Father loved, He has done and shown. In John chapter 1 verse 12 പറയുമ്പോൾ, yet all who received Him and those who believed in His name, He gave the right to become children of God. Hallelujah. ഒരു ഇസ്രായേലിനെ മാത്രമല്ല, ഈ ലോകത്തുള്ള എല്ലാവരും ആരൊക്കെ അവനിൽ വിശ്വസിച്ചോ, ബട്ട് ആസ് മെനി ആസ് റിസീവ്ഡ് ഹിം, ടു ദം ഹി ഗേവ് ദ പവർ ടു ബിക്കം സൺ ഓഫ് ഗോഡ്, ഈവൻ ടു ദം ഹു ബിലീവ് ഇൻ ഹിസ് നെയിം. ആ പേര് വിശ്വസിച്ചാൽ നീ ഇസ്രായേൽ ആണോന്നില്ല, നീ ഇന്ത്യക്കാരനാവണമെന്നില്ല, നീ ലോകത്തിൻ്റെ എവിടെ ആണെങ്കിലും യു ഷാൽ ബി സേവ്ഡ്. സാൽവേഷൻ വിൽ കം ടു യുവർ ഹോം വെൻ യു ബിലീവ് ഇൻ ദ നെയിം ആൻഡ് ദ വേർഡ് ഓഫ് ദ ഗോഡ്. ഹല്ലേലൂയ. 33 വർഷക്കാലം ദൈവം ജീവിച്ചു, മിനിസ്ട്രീസ് എല്ലാം ചെയ്തു, lived by every word, did the perfect example, so that Leviticus 17:11, for life is in the blood, and I have given it to make you and I have given it to you to make an atonement. Hallelujah. ഒരു അറ്റോൺമെൻറ്റിന് വേണ്ടി യാഗമായി ദൈവം ജീസസ് went to the cross for you and for me, so that നമ്മൾ സേവ്ഡ് ആയിരിക്കും. John 6:53 and 56 ഒന്ന് വായിക്കാമോ? യേശു അവരോട് പറഞ്ഞത്, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. So now you know He came to the earth so that He can be the bread and the wine for you. Because in that, when you have the bread and wine, നമ്മളെല്ലാ പള്ളിയിൽ we do the Holy Communion. When we are doing it, we are eating His flesh and drinking His blood. പണ്ട് നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മൾ ഈ ഓൾഡ് ടെസ്റ്റ്മെൻ്റ് സമയത്ത് ജീവിക്കുകയായിരുന്നെങ്കിൽ എത്ര പശുക്കളും കിടാവുകളും ആടുകളൊക്കെ ഇവിടെ വരേണ്ടത്, നമ്മുടെ മുന്നിൽ നിൽക്കേണ്ടത്. അതൊന്നും വേണ്ട. There are still people who practice that. But we are not being called for that. We are called in a different place. We have been called to come to the church, look at our heart, accept the Lord God as our Savior, ask Him for forgiveness, go into water baptism, so that our old Bijoy will die, old Anvin will die, or old whoever will die, and we will be raised again as a new Bijoy, as a new Anvin, so that we can praise the Lord together. And ഒരു അപ്പനോട് മക്കൾക്ക് പോയി ക്ഷമ ചോദിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങളൊന്നും മുന്നേ വേണ്ട, പോയെന്ന് വീണാൽ മതി. നമ്മുടെ മക്കൾ നമ്മുടെ മുൻപിൽ വന്ന് കരഞ്ഞിട്ടല്ലേ ഓരോ കാര്യങ്ങൾ സാധിക്കും മാത്രമല്ല, ഒരു തെറ്റ് ചെയ്തു പോയാൽ they will come to us, they will cry just like that. ആ അപ്പൻ്റെ കാൽക്കളിൽ നമ്മൾ പോയെന്ന് കരയുമ്പോൾ, ഈ ഞായറാഴ്ച പള്ളിയിൽ വരുമ്പോൾ, നിങ്ങളുടെ ബെഡ്റൂമിൽ നിങ്ങൾ മുട്ടുമടക്കി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും there your miracles will happen. Your atonement for your sins have already been paid. The only thing is നമ്മളത് എങ്ങനെ എടുക്കുന്നു, how seriously you and I take it in our life. That is very important. Golgotha Mala, it is not so far from the temple. The temple was built on Moriah. Golgotha is just outside the Temple Mount. അത് നോക്കുവാണെങ്കിൽ ദൈവത്തിന് ആ ഡിവൈൻ പ്ലാൻ ഒന്ന് ചിന്തിച്ചേ. എബ്രഹാമിനോട് പറഞ്ഞു, നീ സാക്രിഫൈസ് ചെയ്യണ്ട, ഞാൻ തരാം. ദാവീദിനോട് പറഞ്ഞു, ഈ രാജ്യത്തിന് മുഴുവൻ ഞാൻ കൊല്ലുന്നില്ല, യു വിൽ ബി ഗിവൺ എൻ ഓപ്ഷൻ ഓഫ് എ സാക്രിഫൈസ്. ഇവിടെ ദൈവം സ്വന്തം മകനെ അയച്ചു തന്നു, സോ ദാറ്റ് ഓൺ ദ സെയിം പ്ലേസ് വെർ ഓൾ ഹിസ്റ്ററി കുഡ് നോട്ട് ഫുൾഫിൽ ദ സാക്രിഫൈസസ്, ഐ വിൽ സെൻഡ് എൻ്റെ മകനെ അയച്ച് എല്ലാവരുടെയും പാപത്തിന്, ഇന്നുള്ള ജനങ്ങൾക്കും ഇനിയും ഉണ്ടാവാൻ പോകുന്ന ജനങ്ങൾക്കുമുള്ള പാപപരിഹാരത്തിനായിട്ട് എൻ്റെ മകനെ ഞാൻ അവിടെ ക്രൂശിൽ നൽകുന്നു എന്ന് പറഞ്ഞ് യേശുവിനെ ആ ക്രൂശിലേക്ക് നമ്മൾക്ക് വേണ്ടി അയക്കുകയായിരുന്നു. സോ ആസ് ദി അൾട്ടിമേറ്റ് സാക്രിഫൈസ്, so that you and I can be saved.
ഇമാജിൻ വെൻ ഗോഡ് സിറ്റിംഗ് ഇൻ ഹെവൻ ആ റിജോയ്സ് ചെയ്ത് കാണും. 2000 വർഷങ്ങൾക്ക് ശേഷം ഈ പിള്ളേർ ഇവിടെ ദൈവത്തിനെ സ്തുതിക്കുന്നു, ടൈറ്റസ് ബ്രദർ ഇവിടെ ദൈവത്തിനെ സ്തുതിക്കുന്നു. ദൈവം എന്ത് സന്തോഷമാണ്. എൻ്റെ ഈ ഒരു പ്ലാനിങ് കൊണ്ട് രശ്മിച്ചാൻ ഇവിടെ ദൈവത്തിനെ സ്തുതിക്കുന്നു, വിജയ് ഇവിടെ ദൈവത്തിനെ സ്തുതിക്കുന്നു. ദൈവം ഒന്നും ചിന്തിച്ചാണ്, ദാറ്റ്സ് സച്ച് എ ഗ്രേറ്റ് പ്ലാൻ, സച്ച് എ ഗ്രേറ്റ് തിങ് ഐ ഹവ് ഡൺ, സച്ച് എ ഗ്രേറ്റ് തിങ് ഐ എം ഡൂയിങ് ഫോർ മാൻ കൈൻഡ്. പക്ഷേ അത് നമ്മളെങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു, ആൻഡ് ഹൗ ഫാർ വി ക്യാൻ മേക്ക് അതേഴ്സ് ഓൾസോ, നമ്മുടെ ചുറ്റോടുള്ളവർക്കും ഇത് മനസ്സിലാക്കി കൊടുത്തിട്ട് എങ്ങനെ ഈ വലിയൊരു സാക്രിഫൈസിനെ പറ്റി നമുക്കവിടെ പറഞ്ഞു കൊടുത്തിട്ട് എങ്ങനെ ദൈവസന്നിധിയിലേക്ക് അവരെയും അടുപ്പിക്കാൻ പറ്റും. ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ് ദറ്റ് നമ്മൾ ഏവരും ചിന്തിക്കേണ്ടത്. ദൈവം ക്രോസിൽ കിടന്നപ്പോൾ ലാസ്റ്റ് മൂമെൻറ്റ് ഹി ടോൾഡ് ഇറ്റ് ഇസ് ഫിനിഷ്ഡ്. ബൈ ദാറ്റ് യേശു ക്രിസ്തു മീൻ ചെയ്ത കാര്യങ്ങൾ എന്ന് വെച്ചാൽ അപ്പനോട് പറയാണ്, അപ്പാ ഇവർക്കാർക്കും ചെയ്യാൻ പറ്റാഞ്ഞ ലോസ് ആൻഡ് റെഗുലേഷൻസ് ഐ ഹാവ് നോട്ട് ചേഞ്ച്ഡ് ഈവൻ വൺ, എല്ലാം ഞാൻ ഫുൾഫിൽ ചെയ്തിരിക്കുന്നു. ആൻഡ് ഐ എം കമ്മിങ് ഓൺ ദ ക്രോസ് ടു സേ ദറ്റ് ഐ ഹാവ് ലിവ്ഡ് എ ലൈഫ് ആസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ. ആൻഡ് ഇൻ ദാറ്റ് ടൈം ദൈവനോടും ദൈവം പറയുവാണ്, നീ ആദാമിൻ്റെ കാലത്ത് അവിടെ ചെയ്തു വെച്ച തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും പാപവും അതിന് പരിഹാരമായതാ ഞാനിത് നൽകിയിരിക്കുന്നു. എൻ്റെ മക്കൾക്ക് ഇനി എന്നെ കാണാൻ വേറെ എങ്ങും പോണ്ട. എന്നെ അപ്പനായിട്ടും എന്നെ ജീസസിനെ സ്വന്തം രക്ഷിതമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ സാൽവേഷൻ വിൽ ബി യോഴ്സ്. 1 John 2:2 എന്ന് വായിക്കാമോ? അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിനു മാത്രമല്ല സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ. 1 John 4:10 നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു, തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുവാൻ അയച്ചതു തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. Hallelujah, this is love. Devam, Jesus, when he walked on the earth, he told 2 commandments. Love the Lord your God with all your heart and with all your soul. And the second commandment, love thy neighbor as thy love themselves. അപ്പോൾ ലവ് ആണ് ദൈവം കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ കമാൻഡ്മെൻറ്റ്. ആൻഡ് ചിന്തിച്ച് നോക്കിയോ, നിങ്ങളോ ഞാനോ ദൈവത്തിനെ സ്നേഹിച്ചതല്ല. നമ്മൾ ജനിക്കുന്നതിന് മുന്നേ ദൈവം നമ്മളെ കണ്ടു, നമ്മളെ കരുതി, നമ്മളെ സ്നേഹിച്ചു. ദൈവം ചിന്തിച്ചു, ഞാൻ കോശിയെ സ്നേഹിക്കുന്നു, കോശി എന്നെ അറിയണം. ഇമാജിൻ, നമ്മളെന്തെങ്കിലും ചിന്തിച്ചാണ് ഈ എത്രയോ കോടി ജനങ്ങൾ, 130 കോടി ജനങ്ങളുള്ള ഒരു ഇന്ത്യയിൽ നിന്നാണ് നമ്മൾ വരുന്നത്. ആൻഡ് എ ഹാൻഡ് ഫുൾ ഓഫ് us have been loved by him, chosen by him to know him and to understand him and to worship him as God. Hallelujah. ഈ മോറിയ മലയിൽ a sacrifice was given on Golgotha for the entire world. A sacrifice that if we know him, if we understand him, if we accept him, we all shall be saved. ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ്റെ ഭാഗമാണ്. ഐ വുഡ് ലൈക്ക് ടു കൺക്ലൂഡ് വിത്ത് ദാറ്റ്. ജെനസിസ് ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 9 ഒന്ന് വായിക്കാം. കാൺമാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷവും തോട്ടത്തിൻ്റെ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്തുനിന്ന് മുളപ്പിച്ചു. ദൈവം ഈ ഗാർഡൻ എല്ലാം ഉണ്ടാക്കി, ഈഡൻ ഗാർഡൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവിടെ ഈ മരങ്ങളും ഉണ്ടായിരുന്നു, ട്രീ ഓഫ് നോളേജ് ആൻഡ് ട്രീ ഓഫ് ലൈഫ്. ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ സാത്താൻ വരുന്നു, ഹവ്വയെ കൊണ്ട് ആദാമിനും ഫ്രൂട്ട് കൊടുപ്പിക്കുന്നു. ദ ഫ്രൂട്ട് ഇസ് ഫ്രം വിച്ച് ട്രീ? ദ ട്രീ ഓഫ് നോളേജ്. അതായത് തെറ്റും ശരിയും തിരിച്ചറിയാവുന്ന മരത്തിൽ നിന്നുള്ള ഫ്രൂട്ടാണ് സാത്താൻ ഇവരെ പറ്റിച്ചിട്ട് ഇവരെ കൊണ്ട് കഴിപ്പിച്ചിരിക്കുന്നത്. ആൻഡ് ജെനസിസ് 3:22 ഒന്ന് വായിക്കാമോ? യഹോവയായ ദൈവം മനുഷ്യൻ നന്മ തിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിൻ്റെ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ആദമിനെയും ഹവ്വയെയും അന്ന് ദൈവം ആ ഏദൻ തോട്ടത്തിൽ നിന്ന് ഇറക്കേണ്ട കാരണം അവൻ പാപം ചെയ്തുകൊണ്ട് മാത്രമല്ല, അവൻ എങ്ങാണ് അവിടെ നിന്ന് he already had the tree of knowledge, so he is almost like God created നമ്മളെല്ലാം ദൈവത്തിൻ്റെ ഇമേജിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ he already has the knowledge like God now of good and evil. പക്ഷെ ദൈവത്തിന് എന്താ വേണ്ടിയിരുന്നേ? അവൻ ഇനി ഈ ട്രീ ഓഫ് ലൈഫിൽ നിന്ന് കൂടെ പറിച്ച് അവിടെ തിന്നു കഴിഞ്ഞാൽ അവൻ ഇനിയും ജീവിക്കാൻ പോകുന്നവന് പാപത്തിലായിരിക്കും. there is no redemption then after that, because ഇനി അവൻ പാപത്തിൽ ജീവിക്കാൻ പോവാണ്. അതുകൊണ്ടാണ് അവനെ ആ ഗാർഡനെയും ദൈവം ഇറക്കി തിരിച്ചു. അവനോട് പറഞ്ഞു, നീ ഇവിടുന്ന് പൊക്കോ. എന്നിട്ട് അതിന് ഗാർഡും ദൈവം നിർത്തി. ഗോഡ് നെവർ വാണ്ടഡ് മാൻ ടു ലിവ് ഇൻ സിൻ.
ദൈവം ചിന്തിച്ചെന്താണ്? ടു ഹാവ് സോ ദാറ്റ് ഐ ക്യാൻ കം ഡൗൺ ആൻഡ് ഫെലോഷിപ്പ് വിത്ത് ഹിം, വിത്ത് ആഡം ആൻഡ് ഈവ്. ആൻഡ് ഇവൻ ഈ മരത്തിൽ കൂടെ ചിന്തിച്ച ആ പാപത്തിൽ ഇവനിങ്ങനെ ജീവിച്ചുകൊണ്ട് പോകും. പിന്നെ ദൈവം നമ്മളെ സൃഷ്ടിച്ചതിന് ഒരു അർത്ഥമില്ലാതായി മാറുന്നു. റെവല്യൂഷൻസ് 22:14 ഒന്ന് വായിക്കാമോ? ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിന് ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവൻ ഭാഗ്യവാന്മാർ. Hallelujah. With that ultimate sacrifice of Jesus Christ, when we accept him as our Father and Savior, what we do? We are washing our robes. നമ്മൾ നമ്മളെ തന്നെ ശുദ്ധീകരിക്കുകയാണ്. ആ ശുദ്ധീകരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കിട്ടുന്ന കാര്യമാണ് that we may have the right to the tree of life. ജീവൻ്റെ ഫലം തരുന്ന വൃക്ഷത്തിൽ നിന്ന് കഴിക്കുവാൻ ദൈവം നമുക്ക് അതിന് റൈറ്റ് തരാൻ പോകുന്നത്. So he did not want us to live in sin. God wants us to have an eternal life, a life without sin, to eat the tree of life, to enjoy heaven, to understand and to live with him, to praise him every day of our life. Amen. നമുക്കിനി ഒരു പാട്ടൂടെ പാടാം. We still have time. And then we shall close in prayer. എനിക്ക് പാടാൻ വല്ല കഴിവില്ല, അതുകൊണ്ടാണ് ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പാടിയാൽ ചിലപ്പോൾ എല്ലാവരും കുഞ്ഞാട്ടിൻ തീരു രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു, താൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും. മഹത്വം രക്ഷക സ്തുതി നിനക്കെന്നും, ചേറ്റിൽ നിന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. നമ്മളിപ്പോൾ ഇന്ന് പഠിച്ചു കേട്ട വചനത്തിൽ നമ്മൾ കേട്ടത് എന്താ? സാക്രിഫൈസ് ഫോർ എൻ ഇൻഡിവിജ്വൽ, സാക്രിഫൈസ് ഫോർ എ ഫാമിലി, സാക്രിഫൈസ് ഫോർ എ നേഷൻ, സാക്രിഫൈസ് ഫോർ എൻറ്റയർ മാൻകൈൻഡ്. The fulfillment by Jesus coming to the world for you and for me. നമുക്ക് പ്രാർത്ഥിക്കാം. Oh Lord, Heavenly Father, കേൾപ്പിച്ച നല്ല വചനത്തിനായിട്ട് അങ്ങ് സ്തുതിക്കുന്നു, അങ്ങ് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ വചനം മനസ്സിലാക്കുവാനും ഞങ്ങളുടെ ഹൃദയത്തിൽ കർത്താവ് പതിയുവാനും അനേകർക്ക് ഞങ്ങളുടെ അടുത്തുനിന്ന് ഇത് പറഞ്ഞു കൊടുക്കുവാനും ദൈവം ഞങ്ങളെ എടുത്ത് ഉപയോഗിക്കണം. Be with us, bless us Lord. Everything in thy mighty name we pray. Amen, amen and amen.